ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും പ്രതീക്ഷ ഉള്ളവനാകുക എന്നതാണ്. തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു കാര്യം എടുത്തു പറയാനുള്ള കാരണം, തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകൾ വരുമ്പോൾ തന്നെ പലരും പിന്നിലേക്ക് ഇങ്ങനെ മാറി നിൽക്കും. എന്താ അപ്പോൾ കുറേ വോട്ട് ചെയ്തിട്ട്, ആര് ജയിച്ചിട്ടെന്താ, ഇവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിച്ചത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യം നോക്കുമ്പോൾ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഒട്ടേറെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ ഒരു നിരാശയോടുകൂടി, ഒന്നുകിൽ വോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരാശ, അതല്ലെങ്കിൽ പാർട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരാശ, അതുമല്ലെങ്കിൽ വ്യക്തികൾ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരാശയിലാണ് പല ആളുകളും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസി എല്ലാ സമയത്തും പ്രതീക്ഷയോടുകൂടിയാണ് അവൻ്റെ ജീവിതം. ഒരു പക്ഷേ പാർട്ടികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം, വ്യക്തികൾക്ക് പോരായ്മകൾ ഉണ്ടാവാം, എങ്കിലും നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിലാണ്. ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയം വരെ ഇന്ത്യ ജനാധിപത്യ രാജ്യം തന്നെയാണ്. അതിലൊരു മാറ്റവും ഇതുവരെയും വന്നിട്ടില്ല. എങ്കിൽ ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ പ്രായം തൊട്ടേ നമ്മൾ പഠിക്കുന്നുണ്ട്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. ആ ജനങ്ങളിൽ നമ്മളുണ്ട്. നമ്മൾ എന്ന കമ്മ്യൂണിറ്റിയുണ്ട്, മുസ്ലിം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുണ്ട്. എല്ലാ മുസ്ലിമുകളും ഇതിൽ നിന്ന് അകന്നു നിൽക്കുക എന്ന ഒരു സംസ്കാരമല്ല വിശ്വാസികൾ എടുക്കേണ്ടത്. മറിച്ച് ഈ ഇസ്ലാമിന് പോരായ്മ വരുത്താത്ത രൂപത്തിൽ, മുസ്ലിമിന്റെ ഇസ്സത്തിന് നഷ്ടം വരുത്താത്ത രൂപത്തിൽ ആരാണോ നമുക്ക് സൗകര്യമായിട്ടുള്ളത് അവരെ നമുക്ക് തിരഞ്ഞെടുക്കാം, അവരുമായി സഹകരിക്കാം. അതിനപ്പുറത്തേക്ക് ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാനും, മുസ്ലിമീങ്ങളെ കൊല്ലാക്കൊല ചെയ്യാനും, മുസ്ലിമീങ്ങളെ ഇല്ലാതാക്കാനും, ഈ നാട്ടിൽ നിന്ന് തുരത്താനും വേണ്ടി നിയമങ്ങൾ കൊണ്ടുവരുന്നവരോട് തീർച്ചയായും ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്ക് നോ പറയേണ്ടി വരും. എങ്കിലും ആവർത്തിച്ചു പറയുന്നു, ഒരു മുസ്ലിം പ്രതീക്ഷയുള്ളവൻ തന്നെയാണ്. അവിടെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചില ചരിത്രങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു. 40-ാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയതെങ്കിൽ വീണ്ടും 13 കൊല്ലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തന്നെ കടിച്ചുകൂട്ടി. അങ്ങനെ തൻ്റെ 53-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുകയാണ്. എത്രയോ തവണ നമ്മൾ ആ ചരിത്രം വിശദീകരിച്ചിട്ടുണ്ട്. ആ ചരിത്രത്തിന്റെ പൂർണ്ണത പറയാനല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ മുസ്ലിമായി ജീവിക്കാൻ, ഇസ്ലാം അനുസരിച്ചുകൊണ്ട് നിലകൊള്ളാൻ പ്രയാസമായപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ അവരുടെ യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നുകൊണ്ട് ഒരാൾ വരുന്നുണ്ട്. ചരിത്രത്തിൽ അയാളുടെ പേര് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് സുറാഖത്ത് ബിൻ മാലിക് എന്ന. സുറാഖ. എന്തിനാണ് സുറാഖ വരുന്നതെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ചു കൊടുത്താൽ 100 ഒട്ടകം കിട്ടും എന്ന ആ ഇനാം പ്രഖ്യാപനം, ആ സമ്പത്ത് കിട്ടണമെന്ന ആഗ്രഹത്തിൽ സുറാഖ പ്രവാചകന്റെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും പിന്നിൽ കൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ടടുത്തേക്ക് എത്തുന്ന സമയം സുറാഖ സഞ്ചരിച്ച ആ കുതിരയുടെ കാലടികൾ അത് ഭൂമിയിലേക്ക് കാണ്ടുപോയി. സുറാഖ കുതിരയുടെ പുറത്തു നിന്ന് താഴേക്ക് വിടുകയാണ്. സുറാഖ എത്ര നോക്കിയിട്ടും ആ കുതിര ഉയർത്താൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാഴ്ച കാണുന്നുണ്ട്. സുറാഖ പറഞ്ഞു, ഇനി ഞാൻ ഒരിക്കലും നിങ്ങളുടെ പിന്നാലെ വരില്ല, നിങ്ങളിത് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് പ്രാർത്ഥിച്ചു. സുറാഖയുടെ കുതിരയുടെ കാലുകൾ മോചിപ്പിക്കപ്പെട്ടു. വീണ്ടും കുതിരപ്പുറത്ത് കയറിയ സുറാഖക്ക് വീണ്ടും ആഗ്രഹം ജനിക്കുകയാണ്. ആ 100 ഒട്ടകം പ്രവാചകനെ പിടിച്ചു കൊടുത്താൽ 100 ഒട്ടകം, അബൂബക്കറിനെ പിടിച്ചു കൊടുത്താൽ ഇതുപോലെ വീണ്ടും കിട്ടാനുണ്ട്. അങ്ങനെ വലിയ ഒരു ഓഫർ ഉള്ളത് കൊണ്ട് തന്നെ വീണ്ടും സുറാഖയുടെ മനസ്സ് ചാഞ്ചല്യത്തിലായി. വീണ്ടും പിടിക്കാൻ വേണ്ടി വന്നു. അപ്പോഴും സുറാഖയുടെ കുതിരയുടെ കാലടികൾ ഭൂമിയിലേക്ക് കണ്ടുപോയി. അപ്പോഴും സുറാഖ പറഞ്ഞു, എന്നെ രക്ഷപ്പെടുത്തണം. 2ാമത്തെ തവണയും കഴിഞ്ഞു. 3ാമത്തെ തവണയും ഇത് സംഭവിച്ചപ്പോൾ പിന്നീട് സുറാഖക്ക് ബോധ്യപ്പെടുകയാണ്, ഞാൻ ഈ പിന്തുടരുന്ന വ്യക്തി ഒരിക്കലും ഒരു സാധാരണ വ്യക്തിയല്ല, അള്ളാഹുവിൻ്റെ പ്രവാചകൻ തന്നെയാണ്. സുറാഖ് അവിടെ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംവദിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്.
ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുറാഖയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സുറാഖ, പേർഷ്യൻ ചക്രവർത്തിയുടെ കൈകളിൽ അണിയിക്കപ്പെട്ട സ്വർണത്തിന്റെ വളകൾ അത് നിങ്ങളുടെ കൈകളിൽ വെക്കപ്പെടുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ സുറാഖ? സുറാഖ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ആരാണ് പറയുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ വെച്ചാണ് പറയുന്നത് നോക്കണം. സ്വന്തം നാട്ടിൽ നിലനിൽക്കാൻ കഴിയാതെ മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിൽ ആരാരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ആ സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പേർഷ്യൻ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ രാജാധിപത്യമുള്ള ആളാണ്. ആ പേർഷ്യൻ ചക്രവർത്തിയുടെ കൈകളിലുള്ള വളകൾ നിങ്ങളുടെ കൈകളിൽ അണിയിക്കപ്പെടുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? സുറാഖ അത്ഭുതത്തോടു കൂടിയാണെങ്കിലും സമ്മതം പറഞ്ഞു. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, ആ സംഭവം കഴിഞ്ഞ് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ്, അബൂബക്കറിന്റെ കാലം കഴിഞ്ഞ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പേർഷ്യ മുസ്ലിമീങ്ങൾ കൈയടക്കി. പേർഷ്യ മുസ്ലിമീങ്ങളുടെ അധീനതയിലായി. പേർഷ്യൻ രാജാവിന്റെ കിരീടവും അയാളുടെ ഉടയാടകളും ആഭരണങ്ങളും എല്ലാം ഉമറിന്റെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെട്ടു. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് തന്റെ കൈകളിൽ എടുത്തുകൊണ്ട് സുറാഖയെ വിളിക്കുന്നുണ്ട്. സുറാഖ, നിങ്ങളോട് അന്ന് പ്രവാചകൻ എഴുതിയ ഒരു കരാറില്ലേ, ആ കരാർ ഇതാ പൂർത്തീകരിച്ചോ? അതാണ് പ്രിയപ്പെട്ടവരെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത പോകുന്ന സമയത്തും റബ്ബിൽ പ്രതീക്ഷയുണ്ട്. അള്ളാഹു ഒരു വഴി കാണിച്ചു തരും. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിം നിരാശനാവേണ്ടതില്ല. ഏതേത് തെരഞ്ഞെടുപ്പുകൾ കടന്നു വരുന്ന സമയത്തും നിരാശയോടുകൂടിയുള്ള ജീവിതമല്ല, മറിച്ച് പ്രതീക്ഷയുണ്ടാവണം. ഒരു മുസ്ലിമായി ഈ നാട്ടിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുസ്ലിമായി ഈ നാട്ടിൽ തന്നെ മരിക്കണമെന്ന അതിയായ ആഗ്രഹത്തോടു കൂടി നിലകൊള്ളാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കണം. അല്ലാഹു അതിന് സഹായിക്കുമാറാവട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ വിഷയം എന്താണെന്നറിയോ? ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ അത് ഈ ദുനിയാവിലെ ഏതെങ്കിലും ഒരു വാർഡിൽ ജയിക്കലോ, ഒരു പഞ്ചായത്തിൽ ജയിക്കലോ, ഒരു മുനിസിപ്പാലിറ്റിയിൽ ജയിക്കലോ ഒന്നുമല്ല, മറിച്ച് ഏറ്റവും വലിയ വിജയം അത് പരലോക വിജയമാണ്. ആമുഖമായിട്ട് തന്നെ പറയാനുള്ള കാരണം എന്താണെന്നറിയും? ഒരു പക്ഷേ ഏതെങ്കിലും ഒരു തോൽവി കാണുമ്പോഴേക്ക് നിരാശയോടുകൂടി നിൽക്കുന്ന ആളുകളുണ്ട്. ഒരു വിജയം കിട്ടുമ്പോഴേക്ക് ഇത് തന്നെയാണ് എല്ലാത്തിലുമുള്ളത് എന്ന് ഘോരഘോരം സംസാരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ടെന്ന് അറിയും, ഖുൽ, നബിയെ പറയണം. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാ, മതാഉദ് ദുനിയാ ഖലീൽ വൽ ആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖാ. പ്രവാചകരെ പറയണം, മതാഉദ് ദുനിയാ ഖലീൽ, ഈ ദുനിയാവിലെ സുഖാനുഭവങ്ങളെല്ലാം കുറവാണ്, അത് വളരെ തുച്ഛമായതാണ്. വൽ ആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖാ, തഖ്വയുള്ള സൂക്ഷ്മത പാലിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പരലോകമാണ് അവർക്ക് ഏറ്റവും വിജയമായിട്ടുള്ളത്. ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു വാർഡിൽ ജയിക്കലോ ഏതെങ്കിലും ഒരു നേതൃത്വത്തിൽ എത്തലൊന്നുമല്ല. ഒരു മുസ്ലിം എപ്പോഴും ഇവിടുന്ന് പടച്ചോനെ എന്തോ ആയിക്കോട്ടെ, ഇവിടുന്ന് നിന്റെ ജീവിതം വളരെ പരിതാപകരമാവട്ടെ, കുഴപ്പമില്ല, പക്ഷെ അവിടെ ഞാൻ കുടുങ്ങരുത്. ഇവിടെ ചിലപ്പോൾ നമുക്ക് വീടുണ്ടാവില്ല, ബേജാറാവണ്ട. അതിനേക്കാൾ ഉത്തമമായത് പടച്ചോൻ പരലോകത്ത് തരാൻ, സ്വർഗത്തിൽ തരാൻ സന്നദ്ധനാണ്. അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഇവിടെ പ്രയാസങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും, പക്ഷേ ഇവിടെ എന്ത് ബുദ്ധിമുട്ടും അത് മരിക്കണത് വരെയുള്ളൂ പ്രിയപ്പെട്ടവരെ. മരിക്കണവരെ അത് എത്ര കാലം ഉണ്ടാകും? വളരെ തുച്ഛമായ ഏതെങ്കിലും അസുഖത്തിലൊക്കെ പ്രയാസപ്പെടുന്നവരാണെങ്കിൽ നിരാശ വേണ്ട. ഈ ലോകത്ത് എങ്ങനെ കഴിഞ്ഞാലും എത്ര ആരോഗ്യമുള്ള ആളാണെങ്കിലും മാക്സിമം ഒരു 70, 80, 90 കൊല്ലം, അതിനപ്പുറത്തേക്കില്ലല്ലോ. അതിനപ്പുറത്തേക്ക് ആരെ നമ്മൾ കാണുന്നത്? എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ എന്തെങ്കിലും ആകുക എന്നുള്ളതല്ല, പരലോകത്ത് നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളതായിരിക്കണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വിജയമോ പരാജയമോ നമ്മളെ നിരാശരാക്കാതെ, അതിൽ വിജയത്തിൻ്റെ പേരിൽ മേന്മ കാണിക്കാതെ, പരാജയത്തിൻ്റെ പേരിൽ നിരാശ കാണിക്കാത്തൊരു ജീവിതമാണ് ഉണ്ടാവേണ്ടത്. ഇനി മൂന്നാമത്തെ വിഷയം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാം? ചെറിയ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് വലിയ നഷ്ടങ്ങൾ നമ്മൾ വരുത്തി വെക്കരുത്. ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ പാർട്ടി ഉണ്ടാകും, ഓരോരുത്തർക്കും ഓരോ സ്ഥാനാർത്ഥി ഉണ്ടാകും, ഓരോരുത്തർക്കും ഓരോ നിലപാടുകൾ ഉണ്ടാകും. എന്നാൽ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിക്കോ, നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് കേട്ടോ, ഖുൽ ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറൂ അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ.
ഖുൽ നബിയെ പറയണം, ഇന്നൽ ഖാസിരീൻ, തീർച്ചയായും നഷ്ടക്കാരെന്ന് പറഞ്ഞാൽ ആരാണെന്നോ, അല്ലദീന ഖസിറൂ അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ, പരലോകത്ത് സ്വന്തത്തിനും കുടുംബത്തിനുമൊക്കെ നഷ്ടം വരുത്തിയ ആളുകളാണ് അവർ. എന്നിട്ട് പറയാണ്, അലാ, നിങ്ങൾ മനസ്സിലാക്കിക്കോ, ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതാണ് ഏറ്റവും വലിയ നഷ്ടം എന്ന് പറഞ്ഞാൽ. ഈ ദുനിയാവിലുള്ള എന്തെങ്കിലും ഒരു നഷ്ടമല്ല, പരലോകത്ത് നഷ്ടം വരുത്തുന്ന രൂപത്തിലാകരുത് നിങ്ങളുടെ ജീവിതം. പ്രിയപ്പെട്ടവരിത് പറയാനൊരു കാരണമുണ്ട്. നമ്മൾ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നിസ്കരിക്കുന്ന ആൾക്കാരാണ്, നോമ്പെടുക്കാറുണ്ട്, സ്വതക്ക കൊടുക്കാറുണ്ട്, പല നന്മകളും ചെയ്യാറുണ്ട്. എന്നാൽ ഇങ്ങനെയൊക്കെ നന്മകൾ ചെയ്തിട്ട് അത് പരലോകത്ത് ഉപകാരപ്പെടാത്ത ചില ആളുകളുണ്ട്. പരലോകത്ത് ഉപകാരപ്പെടാത്ത ചില ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കാണ്, അതദ്റൂന മൽ മുഫ്ലിസ്, നിങ്ങൾക്കറിയോ ആരാണ് ഈ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ആരാ? ഈ പാപ്പര് എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് നബിയുടെ ചോദ്യം. ആരാണ് ഈ പാപ്പര്? ആ സമയത്ത് സ്വഹാബത്ത് പറഞ്ഞു, അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ ലഹു മതാ, ഞങ്ങളുടെ കൂട്ടത്തിൽ പൈസ ഒന്നുമില്ല, ഒരു വിഭവം ഒന്നും ഇല്ലാത്ത ആളുകൾ, സാമ്പത്തികമായിട്ടോ ഒന്നും ഇല്ലാത്ത ആൾ, അയാളാണ് മുഫ്ലിസ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനല്ല, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മതി യഅതി യൗമൽ ഖിയാമ, എൻ്റെ ഈ ഉമ്മത്തിലുള്ള മുഫ്ലിസ് ആരാന്നറിയോ? പാപ്പരാരാന്നറിയോ? അവൻ നാളെ പരലോകത്ത് വരും, ബിസ്വലാത്തിൻ, നമസ്കാരവുമായിട്ട് വരും, വസിയാമിൻ, നോമ്പുമായിട്ട് വരും, വസകാത്തിൻ, സകാത്തുമായിട്ട് വരും, ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാകും. പക്ഷേ വയഅതി ഖദ് ശതമ ഹാദാ വഖദഫ ഹാദാ വഅകല മാല ഹാദാ വസഫക ദമ ഹാദാ വദറബ ഹാദാ. സുബ്ഹാനല്ലാഹ്, വാചകം നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നാളെ പരലോകത്ത് ഇങ്ങനെ ചില ആൾക്കാർ വരും, ഒരു നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, നന്മകൾ പലതും ചെയ്തിട്ടുണ്ട്, പക്ഷേ അവൻ മറ്റൊരുത്തനെതിരെ ആരോപണം പറഞ്ഞിട്ടുണ്ട്, മറ്റൊരുത്തനെ ചീത്ത വിളിച്ചിട്ടുണ്ട്, മറ്റൊരുത്തന്റെ സമ്പത്ത് അപഹരിച്ചിട്ടുണ്ട്, മറ്റൊരുത്തനെ മർദ്ദിച്ചിട്ടുണ്ട്, അവനെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇങ്ങനെ ഈ വന്ന ആൾക്കാരെ അവരുടെ നന്മകൾ എടുത്തിട്ട് അല്ലാഹു ഒരിക്കലിങ്ങനെ കൊടുക്കും. ആരാണോ ആരോപണം പറഞ്ഞത്, ആരാണോ വഞ്ചിച്ചത്, ആരാണോ സമ്പത്ത് അപഹരിച്ചത്, ആരാണോ മർദ്ദിച്ചത്, ആ മർദ്ദിച്ച വ്യക്തിയുടെ നമസ്കാരം എടുത്തുകൊണ്ട് മർദ്ദിക്കപ്പെട്ടവന് കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിച്ചില്ല, ഇങ്ങനെ കൊടുത്തു കൊടുത്ത് ഇവന്റെ നന്മകൾ മുഴുവൻ തീർന്നു. അപ്പം എന്താ ചെയ്യുക? വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അപ്പോൾ മറ്റുള്ളവന്റെ തിന്മകൾ എടുത്തുകൊണ്ട്, അവൻ ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ എടുത്തുകൊണ്ട് ഇവന് തിരിച്ചു കൊടുക്കും. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കിക്കൂടി. നമ്മൾ സുബഹി നിസ്കരിക്കുക, ആ എതിർ സ്ഥാനാർത്ഥി ചിലപ്പോൾ സുബഹി നിസ്കരിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ നമ്മുടെ സുബഹി നമസ്കാരം അവന് നമ്മൾ കൊടുക്കും, അവനെ നമ്മൾ കൊടുക്കും. അവനെതിരെ നമ്മളൊരു കമന്റ് ഇട്ട്, അവനെതിരെ ആരോപണങ്ങൾ പറഞ്ഞ്, അവനെതിരെ ആക്ഷേപങ്ങൾ പറഞ്ഞ്, ഇല്ലാ കഥകൾ പറഞ്ഞ് മെനയുണ്ടാക്കിയിട്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളുമായിട്ട് നിൽക്കും. നല്ലോണം സൂക്ഷിച്ചോളി പ്രിയപ്പെട്ടവർ. നമ്മളെ പരലോകം നഷ്ടപ്പെടുന്ന കാര്യമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ. അതൊരു ഭൗതികമായിട്ടുള്ള ഒരു ചെറിയൊരു പരിപാടി എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്നത്. സഹകരിക്കണ്ട എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ നാവ് കൊണ്ടോ, നമ്മുടെ കൈകൾ കൊണ്ടോ, നമ്മുടെ വിരലുകൾ കൊണ്ടോ, നമ്മുടെ സംസാരങ്ങൾ കൊണ്ടോ, നമ്മുടെ പെരുമാറ്റങ്ങൾ കൊണ്ടോ ഒരിക്കലും ഒരാൾക്കെതിരെ ആരോപണം പറയാൻ, ആക്ഷേപങ്ങൾ പറയാൻ, പരദൂഷണങ്ങൾ പറയാൻ, കളവുകൾ പ്രചരിപ്പിക്കാൻ നമ്മളതിന് കൂട്ടു നിൽക്കാൻ പാടില്ല. നമ്മളതിന് കൂട്ടു നിൽക്കാൻ പാടില്ല. എന്താ ഈ പരദൂഷണം എന്ന് പറഞ്ഞാൽ എന്താ? ചില ആൾക്കാരൊക്കെ പറയുന്ന വാക്കുകൾ നമ്മളിപ്പോൾ എന്താ ഒരു ചെയ്തതല്ലേ വിളിച്ചു പറയണത്, അവർ കാണിച്ചതാ ഞങ്ങൾ പറഞ്ഞത്. ശരി, എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരദൂഷണത്തെ കുറിച്ച് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, അതദ്റൂന മൽ ഗീബ, എന്താണ് പരദൂഷണം നിങ്ങൾക്ക് അറിയുമോ? ആ സമയത്ത് സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹു റസൂലു അലം, അല്ലാഹുവിനും റസൂലിനും മാത്രമേ അറിയുള്ളൂ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ ഗീബ, പരദൂഷണം എന്ന് പറഞ്ഞാൽ ദിക്റുക അഖാക ബിമാ യക്റഹു, നിന്റെ സഹോദരന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം അവനെക്കുറിച്ച് നീ പറയലാണ്. ഒരാളെക്കുറിച്ച് ഇഷ്ടമില്ലാത്തൊരു കാര്യം അയാൾക്ക് ഇഷ്ടമല്ല നമ്മളെ പറയുന്നത്, പക്ഷെ നമ്മൾ അതിങ്ങനെ പറഞ്ഞടക്കാം. ഇതാണ് ഗീബത്ത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിലുള്ള അതേ സംശയം സ്വഹാബത്തിനുണ്ടായി. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണോ സംശയം, അതേ സംശയം സ്വഹാബത്തിനുണ്ടായി. അവർ ചോദിച്ചു, അഫറഅയ്ത ഇൻ കാന ഫീ അഖി മാ അഖൂൽ, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളാ പറയുന്നത് അയാളിൽ ഉള്ളതാണെങ്കിലോ? ഞങ്ങൾ ഉള്ളതല്ലേ പറയണത്, ഞാൻ കണ്ടതാ പറഞ്ഞത്, എന്നോട് പറഞ്ഞതാ പറഞ്ഞത്.
അവൻ ചെയ്തതല്ലേ എന്നൊക്കെ പറയുന്ന ആളുകളുടെ അതേ സംശയം സഹാബത്ത് ചോദിച്ചു. ഞങ്ങൾ ഉള്ളതല്ലേ പറയുന്നത്, ഉള്ളത് പറഞ്ഞാൽ എങ്ങനെ പ്രശ്നമാകുക, അതെങ്ങനെ പരദൂഷണാവുക? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ കാന ഫീഹി മാ തഖൂൽ ഫഖദ് ഇഗ്തബ്തു. നിങ്ങൾ ആ പറയണതുണ്ടല്ലോ, ഉള്ളത് പറയലില്ലേ, അതിനാണ് ഗീബത്ത് എന്ന് പറയാം. ഉള്ളത് പറയലാണ് പരദൂഷണം. വ ഇൻ ലം യകുൻ ഫീഹി ഫഖദ് ബഹത്തഹു. ഇല്ലാത്തത് പറയലാണെങ്കിലോ അതിന് കളവ് എന്ന് പറയാം. ഒരാളുടെ പേരിൽ ഇല്ലാത്തൊരു കാര്യം എന്തെല്ലാം ആരോപണങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരു മനുഷ്യന്റെ ജീവിതം തകർക്കാൻ പ്രധാനമായും 2 ആരോപണങ്ങളാണ് ആളുകൾ കൊണ്ടുവരിക. ഒന്ന് സാമ്പത്തിക ആരോപണം, മറ്റൊന്ന് ലൈംഗിക ആരോപണം. കാരണം അത് പെട്ടെന്ന് ആളുകൾക്കിടയിൽ പകരും, അതിങ്ങനെ പടർന്നുകൊണ്ടിരിക്കും. ഏത് പാർട്ടിക്കാരനാണെങ്കിലും പ്രിയപ്പെട്ടവരെ, ഏത് വ്യക്തിയാണെങ്കിലും ശരി, നമ്മൾ റബ്ബിന്റെ മുന്നിൽ കുറ്റക്കാരാവും. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരാൾക്ക് എന്ത് തോന്നിയാസം വിളിച്ചു പറയാം, എന്ത് മെസ്സേജും അയക്കാം എന്നൊന്നുമല്ല. തെറ്റ് ചെയ്തിട്ടുണ്ടോ തീർച്ചയായും കുറ്റക്കാർ പിടിക്കപ്പെടണം, കുറ്റക്കാരാക്കപ്പെടണം, അതിലൊന്നും യാതൊരു സംശയമില്ല. പക്ഷേ ഒരാളുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറങ്ങിയിട്ട് അതിങ്ങനെ തോന്നിയതുമൊക്കെ നമ്മുടെ നാവിൽ വിളിച്ചു പറയുന്ന, നമ്മുടെ കമന്റുകളിൽ സോഷ്യൽ മീഡിയകളിൽ അതിങ്ങനെ എഴുതിവിടുന്നൊരവസ്ഥ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യം. എത്രത്തോളം എന്നാൽ വിശുദ്ധ ഖുർആൻ ഇതിനെക്കുറിച്ച് പറഞ്ഞെന്തെന്നറിയോ? ഒരാളെക്കുറിച്ച് ഇങ്ങനെ പറയാന്നുള്ളത്. ഇപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു വാർഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരമായി പറയുന്നത് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞെന്താണെന്നറിയോ? മറ്റൊരാളെക്കുറിച്ച് ഇങ്ങനെ പറയാ എന്നുള്ളത് അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാണ്, വലാ തജസ്സദു വലാ യഗ്തബ് ബഅദുകും ബഅദ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പരദൂഷണം പറയരുത്. എന്നിട്ട് അള്ളാഹ് പറയാണ്, അയുഹിബ്ബു അഹദുകും അയഅകുല ലഹ്മ അഖീഹി മൈത ഫകരിഹ്തും. നിങ്ങളുടെ സഹോദരൻ മരിച്ചിങ്ങനെ കിടക്കാണ്, നിങ്ങളുടെ സഹോദരൻ മരിച്ചു കിടക്കുക, അവൻ്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ അവൻ്റെ വിരലുകൾ, അവൻ്റെ കൈകൾ, അവൻ്റെ കാലുകളൊക്കെ ഇങ്ങനെ മുറിച്ചിങ്ങനെ തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഫകരിഹ്തും. അള്ളനെ അതിന് മറുപടിയും പറയാം, നിങ്ങൾക്ക് അത് വെറുപ്പുണ്ടില്ലേ, അത് നിങ്ങൾക്ക് വെറുപ്പാണില്ലേ? എന്നാ ഇതോ അള്ളാന്റെ ചോദ്യമാണ്, അയുഹിബ്ബു അഹദുക്കും, നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ അയ്യഅകുല ലഹ്മ അഖീഹി മൈത, നിങ്ങളുടെ സഹോദരൻ മരിച്ചു കിടക്കെ അവന്റെ പച്ചയിറച്ചി തിന്നുന്നത്? എത്ര ഗൗരവമാണ് റബ്ബിന്റെ വാക്ക്. പ്രിയപ്പെട്ടവർ, അവിടെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ മറ്റത് എതിർ പാർട്ടിക്കാരനല്ലേ, എനിക്കൊന്നും പറയാം, ഞാൻ ഭരണം നടത്തുന്ന ആളല്ലേ, ഞാൻ അതിൻ്റെ ആളല്ലേ, ഒന്നുമില്ല. വിശ്വാസിയാണോ പറ്റൂല, അല്ല ആ കുപ്പായം മാറ്റിക്കോ, മുസ്ലിം എന്ന ഐഡന്റിറ്റി മാറ്റിക്കോ, എന്നിട്ട് തോന്നിയത് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പക്ഷെ മുസ്ലിമാണോ, അവന്റെ നാവ് നിയന്ത്രിക്കണം, അവന്റെ സംസാരം നിയന്ത്രിക്കണം, നിയന്ത്രിച്ചേ പറ്റൂ. അപ്പോഴവൻ മുസ്ലിം ആകുന്നത്. മുസ്ലിം എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങിയവൻ, അള്ളി റസൂൽ എന്താ പറഞ്ഞത് അതിനനുസരിച്ച് ജീവിക്കുന്നവൻ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. എത്രത്തോളം എന്നാൽ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറഞ്ഞൊരു വാചകമുണ്ട്, അൽ ഗീബതു മിനൽ കബായിർ. നമ്മൾ വൻപാപം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മദ്യപാനമാണ്, അല്ലെങ്കിൽ പലിശയാണ്, അല്ലെങ്കിൽ വ്യഭിചാരമാണ്. ഇതൊക്കെയാണ് വൻപാപമായിട്ട് നമ്മൾ കാണുന്നത്. അല്ല, അൽ ഗീബതു മിനൽ കബായിർ, പരദൂഷണം പറയുക എന്നുള്ളത്, മറ്റുള്ളവനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു നടക്കുക എന്നുള്ളത്, അത് വൻപാപത്തിൽപ്പെട്ടതാണ്. എത്രത്തോളം എന്നാൽ അല്ലതി ലാ തുകഫിറു അസ്സലാത വല സ്വദഖ വല സിയാമ വല ഹജ്ജ്. ഓ നിസ്കരിച്ചാലും നോമ്പെടുത്താലും സ്വതക കൊടുത്താലും എന്തിനേറെ അവൻ ഹജ്ജ് ചെയ്താലും ഇത് പരിഹരിക്കപ്പെടില്ല. മറ്റൊരാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അയാളെ പൊരുത്തപ്പെടിക്കണേ വേണം. അത്ര ഗൗരവമുണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊരു തമാശയല്ല. ചില പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ പറ്റും, കടത്തിനേക്കാൾ വലിയ ഗൗരവമാണ്, കടത്തിനേക്കാൾ വലിയ ഗൗരവം. കാരണം കടം നമ്മൾ വാങ്ങിയിട്ടുണ്ടോ തിരിച്ചു കൊടുത്താൽ തീരും. പക്ഷെ ഇതോ, ഒരാൾക്കെതിരെ നമ്മളൊരു ആരോപണം പറഞ്ഞു, ഒരാക്ഷേപം പറഞ്ഞു, പരദൂഷണം പറഞ്ഞു, അത് മറ്റൊരാളെ ഏറ്റെടുത്തു, അതിങ്ങനെ ചെങ്ങലയായിട്ട് പോകും. നമ്മൾ ഇയാളോട് സോറി പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അള്ളാഹിനോട് തൗബ ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കണം, നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തരുത്. കളവുകൾ പ്രചരിപ്പിക്കുന്നതിന് സൂക്ഷിക്കണം. സത്യമാണോ അല്ലേ അന്വേഷിക്കണം. ഞാനിത് പറയേണ്ടതുണ്ടോ ഇല്ലേ എന്നിട്ട് 2 വട്ടം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഒരു മെസ്സേജൊക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ ഇങ്ങനെ കൈകൾ ഇങ്ങനെ തരിക്കണ സമയത്ത് വീണ്ടും ആലോചിക്കണം, ഞാൻ അങ്ങനത്തെ ഒരു കമൻറ്റ് ഇടണോ വേണ്ടേ. നമ്മുടെ ഒരു കമൻറ്റ് എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു കമൻ്റ് അല്ല, നമ്മുടെ ഒരു അഭിപ്രായമാണ്. നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നമ്മുടെ ഫോളോ ചെയ്യുന്ന 4000 ആളുകളുണ്ടെങ്കിൽ ആ 4000 ആളുകൾക്ക് മുന്നിൽ നമ്മളൊരു അഭിപ്രായം പ്രകടിപ്പിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ, ആരാൻ്റെ ഭൗതികമായൊരു കാര്യത്തിന് വേണ്ടിയിട്ട്, ആരാൻ്റെ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് അവനവൻ്റെ പരലോകം നഷ്ടപ്പെടുത്തണ്ട. അവന് കിട്ടും, അവൻ അധികാരത്തിലെത്തി, അവൻ പല നേട്ടങ്ങളും ഉണ്ടാക്കും, പക്ഷെ നമ്മുടെ പരലോകം പോയി കിട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാര്യം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. 4-ാമത്തെ വിഷയം,
തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അധികാരം എന്ന് പറഞ്ഞാൽ അതൊരു അമാനത്താണ്. അമാനത്താണ്. എല്ലാവർക്കും അധികാരം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. എന്തിൻ്റെങ്കിലൊക്കെ ഒരു നേതൃത്വം കിട്ടുക. മിനിമം 3 മക്കളുണ്ടെങ്കിൽ അതിൽ മൂത്ത ആൾക്ക് 2 ആളെ ഓനക്ക് ഒരു ഇൻ്റെ കീഴില എന്ന് പറയാം. വാപ്പാക്ക് ഞാൻ എൻ്റെ വീടിൻ്റെ അധികാരിയാണ്. അധികാരം നല്ലതാണ്, അതിങ്ങനെ ആസ്വദിക്കുമ്പോൾ നല്ലതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയോ? അത് വല്ലാത്ത വിഷമമായിരിക്കുന്ന, വല്ലാത്തൊരു വിഷമമായിരിക്കുന്നു. പരലോകത്ത് സ്വർഗം നഷ്ടപ്പെടുത്തും. അധികാരം വേണ്ട എന്നല്ല, അധികാരത്തിന് വേണ്ടി വടംവിലി അല്ലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും പത്രത്താളുകളിലൂടെ. ഏതെങ്കിലും ഒരു പാർട്ടിക്കാരൻ തനിക്ക് സീറ്റ് കിട്ടിയില്ല എന്ന വേഗം അപ്പുറത്തേക്ക് ചടുന്നു, വേഗം വേറെ ആളുകളെ കൂട്ടുന്നു, വേറെ ടീം ഉണ്ടാക്കുന്നു. എല്ലാവർക്കും അധികാരം. എന്താണ് ഇവിടെ കിട്ടാനുള്ളത്? തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ട് അവർക്ക് മാസം കിട്ടുന്ന വരുമാനം എത്രയാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ സാധാരണ ഒരു മനുഷ്യൻ ജോലി ചെയ്യുമ്പോൾ അയാൾക്ക് ഒരു മാസം കിട്ടുന്ന ശമ്പളത്തിന്റെ പകുതി ഉണ്ടാവുള്ളൂ. പിന്നെ എന്തുകൊണ്ടാ? ജനങ്ങളെ സേവിക്കണമെന്നാണോ? ജനങ്ങളെ സേവിക്കണമെന്ന ഉദ്ദേശമാണോ? അല്ല, ഈ ദുനിയാവ് എന്തൊക്കെയോ നടണം എങ്കിൽ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിക്കോ, ആ ഉദ്ദേശത്തിലാണെങ്കിൽ അത് നഷ്ടമായിരിക്കും. നമുക്ക് ആ ഉദ്ദേശത്തിലാണെങ്കിൽ നഷ്ടമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു, നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം പലപ്പോഴും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഗവർണർമാരാക്കിയിട്ട് ഇങ്ങനെ പല ആളുകളെയും പലരോടത്തും ഇങ്ങനെ പറഞ്ഞയക്കാം. ആ സമയത്ത് അബൂദർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ചോദിക്കണം, യാ റസൂലല്ലാഹ് അലാ തസ്തഅമിൽനി, അല്ലാഹുവിൻ്റെ റസൂലേ നിങ്ങൾ ഇന്നെന്താ എവിടെ ഏൽപ്പിക്കാത്തെ? എനിക്കൊരു ഗവർണർ സ്ഥാനം, എനിക്കെന്തെങ്കിലുമൊക്കെ ഒന്ന് തരും. അബൂദർ റളിയല്ലാഹു അൻഹു ചോദ്യ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ തോളിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറയാണ്, യാ അബൂദർ ഇന്നക ദഈഫുൻ, അബൂദർ നിങ്ങളൊരു ദുർബല മനസ്സാണ്, ദുർബലനാണ് നിങ്ങൾ. വഇന്നഹ അമാനത്തുൻ വഇന്നഹ യൗമൽ ഖിയാമ ഖിസിയും വനദാമ. സുബ്ഹാനല്ലാഹ്, വാക്ക് ശ്രദ്ധിച്ചോ. ഈ അധികാരം എന്ന് പറഞ്ഞാൽ അതൊരു അമാനത്താണ്. അത് നാളെ പരലോകത്ത് വല്ലാത്ത നഷ്ടം വരുത്തും. അതുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണാസന്നനായി കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ആരെ നിശ്ചയിക്കണമെന്ന് ചോദിക്കുന്ന കൂട്ടത്തിൽ 6 ആളുകളെ നിയമിച്ച കൂട്ടത്തിൽ ചില ആളുകൾ പറഞ്ഞു ഇബ്നു ഉമറിനെ കൂടി അതിലേക്ക് ചേർക്കുക. അബ്ദുല്ലാഹി ഇബ്നു ഉമർ അഥവാ ഉമറിന്റെ മകനെ കൂടി അതിലേക്ക് ഒന്ന് ചേർക്കുക, അദ്ദേഹത്തിന് ഒരു അധികാരം കൊടുക്കുക, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ചാൻസ് കൊടുക്കുക. ഉമർ പറയണോ, വേണ്ട, അള്ളാന്റെ അടുക്കൽ ഈ ഉമർ തന്നെ മതി. ഈ ഉമറിന്റെ കുടുംബത്തിൽ അള്ളാന്റെ അടുക്കൽ കുറ്റക്കാരനായി മാറുമെന്നുള്ള പേടിയില്ല ഞാൻ തന്നെയുള്ളത്, നിന്റെ മകനും കൂടി വേണ്ട. അവിടെയാണ് ഇന്ന് മക്കളും പേരമക്കളും മരുമക്കളും ഒക്കെയായി എല്ലാവരും അധികാരത്തിന് വേണ്ടി ഇങ്ങോട്ട് നിൽക്കണം. ഞാൻ ഏതെങ്കിലും വ്യക്തികളെയല്ല പറയുന്നത്, പാർട്ടിയല്ല പറയുന്നത്. പക്ഷെ നമ്മൾ ഒരു വിശ്വാസി മനസ്സിലാക്കണം, ഇതൊരു നിദാമയാണ്, അങ്ങേയറ്റത്തെ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എങ്ങനെ? ഇല്ലാ മൻ അഖദഹാ ബിഹഖ്ഖിഹാ വഅദ്ദല്ലദി അലൈഹി ഫിഹാ. ആ ഒരു ഉത്തരവാദിത്തം കൃത്യമായിട്ട് നിർവഹിക്കണില്ലെങ്കിൽ അപ്പം കുറ്റകരമാണ്. അതല്ല, ഉത്തരവാദിത്തം കൃത്യമായിട്ട് മുന്നോട്ട് പോകുകയാണോ അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഖൈറാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഭാഗം നമ്മൾ മനസ്സിലാക്കാനുള്ള കാരണം എന്താണെന്ന് അറിയും. ഈ അമാനത്താണെന്ന് പറയും, എല്ലാവരും അമാനത്തിൻ്റെ കാര്യം ഇങ്ങനെ പറയും. എത്രത്തോളം എന്നാൽ നാളെ പരലോകത്ത് സിറാത്തിന്റെ മുകളിലൂടെ, സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ പോകുമ്പോൾ ആ സിറാത്ത് പാലത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാകുക ഒന്ന് അമാനത്താണ്, മറ്റൊന്ന് കുടുംബ ബന്ധമാണ്. ഇത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ, കുടുംബബന്ധം പുലർത്താത്ത ഒരാളാണെങ്കിൽ ആ സിറാത്ത് പാലത്തിന്റെ മുകളിലേക്ക് കയറുമ്പോൾ ആ കുടുംബ ബന്ധം അയാളുടെ തോളിലേക്ക് ചാടുന്ന, അയാളെ പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയും. അമാനത്ത് നിർവഹിക്കാത്തവരാണെങ്കിൽ അതേപോലെ അയാൾ അനുഭവിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്നിട്ട് ചോദിക്കാണ്, അള്ളാഹിൻ്റെ റസൂൽ എപ്പോഴാണ് അന്ത്യദിനം സംഭവിക്കുക? എപ്പോഴാണ് അന്ത്യദിനം സംഭവിക്കുക? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടാതെ അങ്ങനെ പോയി. അപ്പോൾ സ്വഹാബിമാരിങ്ങനെ കേൾക്കുന്നുണ്ട്. സ്വഹാബത്ത് പറഞ്ഞു, നബി കേട്ടിട്ടില്ല എന്നാ തോന്നുന്നു. വേറെ ചില ആൾക്കാർ പറഞ്ഞു നബി കേട്ടിട്ടുണ്ട്, പക്ഷെ ആ ചോദ്യം നബിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പല അഭിപ്രായങ്ങൾ വരിക. കുറച്ച് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, ഐന സായിലു അനി സാ, ആ അന്ത്യദിനത്തെക്കുറിച്ച് ചോദിച്ചില്ലേ, അയാൾ എവിടെയെന്ന് വെച്ചു. അപ്പോൾ അയാൾ ഉടനെ നബിൻ്റെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, നബി അവിടെ ഉണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്ത്യദിനം എപ്പോഴാണെന്നറിയോ? ഫഇദാ ളിയ്യഅതിൽ അമാന ഫൻതദിരി സാ. അമാനത്ത് നിർവഹിക്കപ്പെടാത്തത് നിങ്ങൾ കണ്ടാൽ ഉറപ്പിച്ചോ, അത് അന്ത്യദിനത്തിൻ്റെ അടയാളമാണ്. അമാനത്ത് നിർവഹിക്കാത്തിരിക്കും. അപ്പോൾ വീണ്ടും സ്വഹാബത്ത് ചോദിക്കണേ, കൈഫ ഇളാഅതുഹാ, അതെങ്ങനെയാണ് ആ ഒരു ഈ അമാനത്ത് നഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ഉസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലി ഫൻതദിരി സാ.
അധികാരം, നേരെ ശ്രദ്ധിച്ചോളി പ്രിയപ്പെട്ട, അധികാരം അതിന് പറ്റാത്ത ആളുകളിലേക്ക് ഏൽപ്പിക്കപ്പെടുക. അതിന് പറ്റാത്ത ആളുകൾ എല്ലാവരും നോക്കുന്നതെന്നറിയും, അയാളെ പറ്റുമല്ലേ എന്നുള്ളതല്ല, അയാൾ എൻ്റെ പാർട്ടിക്കാരനാണ്, അയാളെ കൊണ്ട് എനിക്കെന്തെങ്കിലും ഉപകാരം ഉണ്ടാവും, അയാൾ എൻ്റെ കുടുംബക്കാരനാണോ, ഇതൊക്കെ നോക്കണേ. അയാൾ അതിന് പറ്റുമല്ലേ എന്നുള്ളതല്ല, അതാ പറയുന്നത്. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇദാ ഉസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലി, അതിൻ്റെ അഹ്ലികാരല്ലാത്തവരിലേക്ക് നേതൃത്വം നൽകപ്പെടും, അവർ നേതാക്കന്മാരായി മാറും. അത് കേവലം ഏതെങ്കിലും ഒരു വാർഡിന്റെ വിഷയത്തിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, മത നേതാക്കന്മാരാണെങ്കിലും ശരി, പള്ളിയുടെ നേതാക്കന്മാരാണെങ്കിലും ശരി, സംഘടനാ നേതാക്കന്മാരാണെങ്കിലും ശരി, അതിലൊന്നും സംശയമല്ല. ഏൽപ്പിക്കപ്പെടാൻ പറ്റാത്ത ആളുകൾ നേതാക്കന്മാരായിട്ട് മാറും. അന്ത്യദിനത്തിന്റെ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു അധികാരവും ലഭിക്കണ്ട എന്നോ മത്സരിക്കണ്ട എന്നോ അല്ല. അഞ്ചാമത്തെ വിഷയം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ചില ആളുകൾ ഒരു പക്ഷെ നമ്മളെ ഏൽപ്പിക്കപ്പെട്ടു, ജനങ്ങൾ നമ്മളെ തെരഞ്ഞെടുത്തു, നമ്മുടെ ഉദ്ദേശം ശുദ്ധിക്കനുസരിച്ചുകൊണ്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്തു എങ്കിൽ ആ വാഗ്ദാനങ്ങൾ പാലിക്കണം. വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ളത് ആയത്തുൽ മുനാഫിഖ് തലാസുൻ ഇദാ ഹദ്ദസ കദബ വഇദാ വഅദ അഖ്ലഫ. മുനാഫിക്കിന്റെ ലക്ഷണം എന്താണെന്നറിയോ? വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും. ചില ആൾക്കാരുടെയൊക്കെ വാഗ്ദാനങ്ങൾ എങ്ങനെ അതൊക്കെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാകും, അത് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. അതാണോ വാഗ്ദാനങ്ങൾ? വാക്കു പറഞ്ഞാൽ പാലിക്കണം എന്നാ. മുസ്ലിമാണോ അതിന് ഗൗരവം കൂടും. നമ്മളങ്ങനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ളൊരവസരമാണ്. ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എന്നാൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ ചികിത്സാ സഹായങ്ങളായിരിക്കാം, വീട് വെച്ച് കൊടുക്കലാവാം, റോഡ് നന്നാക്കലാവാം, വെള്ളം എത്തിച്ചു കൊടുക്കലാവാം, എന്ത് തന്നെയാണെങ്കിലും പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരാൾ നേതൃത്വത്തിൽ വന്നാൽ അയാൾ മനസ്സിലാക്കേണ്ടെന്നറിയോ? പടച്ചറബ്ബേ, ഇതിലൂടെ എനിക്ക് എൻ്റെ സ്വർഗം നന്നാക്കണം. ഒരു നേതൃത്വം കിട്ടിയാൽ അതാ ചിന്തിക്കണ്ടേ. മറ്റൊരാളെ സഹായിക്കാൻ, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ, അതിലൂടെ എൻ്റെ കീച്ച വീർപ്പിക്കുക, എൻ്റെ അക്കൗണ്ട് നന്നാക്കുക, എൻ്റെ മക്കളെ നന്നാക്കുക അല്ല. അതിലൂടെ എനിക്കൊന്നും വേണ്ട, എൻ്റെ പരലോകം നേതാക്കണം, അതിന് പാപങ്ങളെ ഞാൻ സഹായിക്കണം. ആ ഒരു ചിന്തയിലായിരിക്കണം പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഉണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും ഒരു മുസ്ലിമായി നിലകൊള്ളാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കളനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. അതിൽ ആറാമത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ഷൻ്റെ പ്രചരണത്തിനും മറ്റൊക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ നിസ്കാരം മുടക്കുന്ന, നമ്മുടെ ആരാധനാകർമ്മങ്ങൾ ഇല്ലാതാക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പല ആളുകളും ഇങ്ങനെ ജമാഅത്ത് നടക്കുന്നുണ്ടാകും, ആ സമയത്താണ് ഇങ്ങനെ ആഘോഷ പരിപാടികൾ ഉണ്ടാകുക. മറ്റുള്ളവർക്കൊരു പക്ഷേ അത് അനുവദിക്കപ്പെട്ടതായിരിക്കാം, ഇതര മതത്തിൽപ്പെട്ട ആളുകൾക്ക്. കാരണം അവർക്ക് ആ സമയത്ത് നിസ്കാരമല്ല. എന്നാൽ മുസ്ലിം അങ്ങനെയല്ല. നമ്മൾ മുസ്ലിമാണോ, ബാങ്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പള്ളിയിലെത്തണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് പറഞ്ഞു, ഇന്ന ബൈന റജുലി വബൈന ശിർകി വൽ കുഫർ തറക്കു സ്വലാ. ഒരു മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമസ്കാരം ഉപേക്ഷിക്കലാണ്. മഗ്രിബിൻ്റെ സമയത്ത് ആ ജാഥയുടെ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്, അവിടെ നിസ്കാരം നടക്കുന്നുണ്ടെങ്കിൽ ആ നിസ്കരിക്കുന്നവൻ മുസ്ലിമാണ്, നിസ്കരിക്കാത്തവൻ കാഫിറാണ്. നിസ്കരിക്കാത്തവൻ കാഫിറാണ്, ഒരു സംശയമല്ല. എത്രത്തോളം എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ലാ ഇസ്ലാമ ലിമൻ ലം യുസല്ലി. നിസ്കരിക്കാത്തവൻ മുസ്ലിം അല്ല, വ്യക്തമായിട്ട് ഒരു ഇസ്ലാമിലല്ല. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് ഒരു വക്തല്ലേ, അത് ഒരു ജമാഅത്തല്ലേ? അങ്ങനെയല്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ഗൗരവം കൊടുക്കണം. നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തരുത്. ഈ ആഘോഷ പരിപാടികൾക്കും അതുപോലെ തന്നെ ജാഥകൾക്കൊക്കെ ഇറങ്ങിയിട്ട് അത് ഇറങ്ങണ്ട എന്നല്ല പറയുന്നത്. അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ഓരോരുത്തരുടെയും വിശ്വാസം അനുസരിച്ചുകൊണ്ട്, അനുഭാവം അനുസരിച്ചുകൊണ്ട്, ഏത് പാർട്ടിയാണോ അതും അനുസരിച്ച് മുന്നോട്ട് പോകുക. പക്ഷേ നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ ഒരു പരിധിയുമില്ലാതെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സഹോദരിമാരെ ശ്രദ്ധിക്കണം. ഇന്ന് നമ്മുടെ നാട്ടിൽ സ്ത്രീ ശാക്തീകരണം എന്ന പേരിലാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു പക്ഷേ ഒരു 10-15 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള സ്ത്രീകളുടെ അവസ്ഥയല്ല ഇന്നത്തെ ഒരവസ്ഥ. സ്ത്രീകൾ പഠനത്തിൻ്റെ വിഷയത്തിൽ മികവ് പുലർത്തുന്നുണ്ട്, അതുപോലെ തന്നെ പല മേഖലകളിലും അവർ മുന്നോട്ട് വരുന്നുണ്ട്. തീർച്ചയായും അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ
ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. അന്യ പുരുഷന്മാരോടുള്ള ഇടപെടൽ, അത് സ്ത്രീ പുരുഷനോട് ഇടപെടലാണെങ്കിലും പുരുഷൻ സ്ത്രീയോട് ഇടപെടലാണെങ്കിലും വളരെ ഗൗരവമുണ്ട്. അതിൽ അവരുടെ വേഷം എന്താണ്? ഒരു പെണ്ണിൻ്റെ വേഷം, ഒരു പെണ്ണിൻ്റെ ഔറത്ത്, ഒരു മുസ്ലിം പെണ്ണിൻ്റെ ഔറത്ത് എന്താ? മദ്രസയിൽ ഒരു 4ാം ക്ലാസ് വരെ പോയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. ഒരു 4ാം ക്ലാസ് വരെ ഉണ്ടെങ്കിൽ, പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. മുഖവും മുൻകൈയും അല്ലാത്ത ബാക്കിയെല്ലാം ഔറത്താണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് പല സഹോദരിമാരും ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം തൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും കാണിച്ചുകൊണ്ടുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു, വലിയ വലിയ ഫ്ലക്സുകളും പോസ്റ്ററുകളും ഉണ്ടാക്കുന്നു. എന്തിനേറെ ജനങ്ങളിലേക്ക് ഇങ്ങനെ ഇറങ്ങിച്ചില്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാനെ ഭയപ്പെട്ടോളൂ. നമ്മളിവിടെ ഏതെങ്കിലും ഒരു ചെറിയ സ്ഥാനം കിട്ടണമല്ല, പരലോകത്ത് സ്വർഗം കിട്ടണമെന്നുണ്ടെങ്കിൽ ചില നിലപാടുകൾ നമ്മൾ കടുപ്പിച്ചേ പറ്റൂ. ഇത് പറയുമ്പോൾ ഒരു പക്ഷേ വിമർശനങ്ങൾ ഉണ്ടാകും, എനിക്ക് ആക്ഷേപങ്ങളുണ്ടാകും, ട്രോളുകൾ ഉണ്ടാകും. പക്ഷേ അള്ളാൻ്റെ അധീനാണ്, പറയാതിരിക്കാൻ കഴിയില്ല. നമ്മളെന്താ റബ്ബിനോട് പറയാം? എനിക്ക് ഇന്ന ഒരു ന്യായമുണ്ട്, എല്ലാവരും എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആ പാർട്ടിയിലുള്ള മുഴുവൻ ആൾക്കാരും ഇങ്ങനെ പറഞ്ഞത്, അവരുടെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ തട്ടം ഒഴിവാക്കിയത്, അവരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പർദ്ദ ഒഴിവാക്കിയത്. എന്താ പറയാ? അള്ളാൻ്റെ മുന്നിൽ എന്തു പറയും? അതിലൊന്ന് ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. രണ്ടാമത്തൊരു വിഷയം, ഇതിൽ തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഇന്ന് പല ആളുകളും സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞ് എല്ലാവരെയും പോയി കെട്ടിപ്പിടിക്കുന്നൊരവസ്ഥ. അന്യരാണോ അന്യരല്ലേ എന്നൊന്നുമില്ല. അതൊരു സ്ത്രീ പുരുഷനെ കെട്ടിപ്പിടിക്കലാണെങ്കിലും ഒരു പുരുഷൻ വന്ന് സ്ത്രീക്ക് കൈകൊടുക്കലാണെങ്കിലും ഒക്കെ എന്താ ഇസ്ലാമിൻ്റെ നിയമം? ഇത് പറയുമ്പോൾ ഇസ്ലാമിനെ വേഗം 6ാം നൂറ്റാണ്ടിലേക്ക് പറഞ്ഞേക്കും. എന്താ നമ്മുടെ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കണ്ടത്? പല സ്ഥലങ്ങളിലും പീഡനങ്ങളിലേക്ക് പോയില്ലേ? എങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് വിമർശകന്മാരായ ആളുകൾ പറയുന്ന 6ാം നൂറ്റാണ്ടിന്റെ ആ നിയമം അത് പാലിച്ചിരുന്നെങ്കിൽ ഈ പീഡനങ്ങളിലേക്ക് പോകൂല, പ്രശ്നങ്ങളിലേക്ക് പോകൂല. അവിടെ ഇസ്ലാം പറഞ്ഞൊരു നിയമമുണ്ട്, ആ നിയമത്തിൽ നിൽക്കണം. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളുടെ തലയിൽ ഒരു ഇരുമ്പിന്റെ ആണിങ്ങനെ അടിച്ചു തറച്ചോ. എത്രത്തോളം എന്നാൽ നിനക്ക് അനുവദനീയമല്ലാത്ത ഒരു പെണ്ണിനെ പോയി തൊടുന്നതിനേക്കാൾ നല്ലത് അതാണ്. നിനക്ക് അനുവദനീയമല്ലാത്ത ഒരു പെണ്ണിനെ പോയി തൊടുക, അത് കൈ കൊടുക്കലാവാം, തോളിൽ പിടിക്കലാവാം, ചേർത്ത് പിടിക്കലാവാം, ചേർന്ന് നിൽക്കലാവാം. അള്ളാന്റെ റസൂല പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്ക് അനുവദനീയമല്ലത്. നിന്റെ ഭാര്യയാണോ? അല്ല. നിന്റെ മകളാണോ? അല്ല. നിന്റെ ഉമ്മയാണോ? അല്ല. നിന്റെ സഹോദരിയാണോ? അല്ല. പിന്നാരാ? അവരുടെ കാര്യത്തിൽ എങ്ങനെയാണ് അവരെങ്ങനെ തൊട്ടുരുമി നിൽക്കുക? ഇത് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ ഏതോ ഒരു പ്രാചീന കാലം അല്ല പ്രിയപ്പെട്ടവരെ, ഇത് അള്ളാന്റെ ദീനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറയുന്നത് നിങ്ങൾക്കറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഒരാൾ മുസ്ലിമായ വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി ഇങ്ങനെ കൈ നീട്ടുന്നു. പ്രവാചകന്റെ കൈകളിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് എല്ലാവരും ഇസ്ലാം സ്വീകരിക്കുക, ബൈഅത്ത് ചെയ്യുക. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾ ഇങ്ങനെ കൈ നീട്ടിയ നബി കൈ കൊണ്ട് വലിക്കും. എന്നിട്ട് പറയും, ലാ അമസ്സു നിസാ, ഞാൻ പെണ്ണുങ്ങളെ തൊടൂല. അത്ര ഗൗരവമുള്ള വിഷയം. എത്രത്തോളം എന്നാൽ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വലാ വല്ലാഹി മാ മസ്സത് യദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദു ഇംറഅത്തിൻ ഖത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ഒരു അന്യ പെണ്ണിനെ തൊട്ടിട്ടില്ല, തൊടൂല നബി. അത്ര ഗൗരവമുണ്ടെങ്കിൽ നമ്മളങ്ങനെ കല്യാണത്തിലേക്ക് ചെല്ലുമ്പോൾ ഇന്ന് സോഷ്യലല്ലേ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അവന് കൈ ഇങ്ങനെ കൊടുക്കുക. ആരാണ്? അമ്മായിൻ്റെ, എളാമാൻ്റെ, മുത്തച്ഛൻ്റെ, എന്തൊക്കെ കാരണങ്ങളാണ് പറയുന്നത്. അവരുടെ ഏതോ ഒരു റിലേറ്റീവ് എന്നാ, അല്ലെങ്കിൽ കൂടെ പഠിച്ച ആളെന്നാ. അന്യരല്ലേ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിക്കോ. ഇവിടെ ഒരു പക്ഷേ നമുക്ക് അവരെ തൃപ്തിപ്പെടുത്തലും അവരുടെ പുഞ്ചിരി കിട്ടലും അവരുടെ സഹായം കിട്ടലും ഒക്കെ ഉണ്ടാകും. പക്ഷെ അതിനപ്പുറത്തേക്ക് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അത് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. എങ്കിൽ ആ ഒരു ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടണം. അതിനുവേണ്ടിയാണ് ഈ പറഞ്ഞ ഓരോ നിയമങ്ങളും കൃത്യമായി പ്രമാണബദ്ധമായി കൊണ്ട് സൂചിപ്പിച്ചിട്ടുള്ളത്.